നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലം ഓരോ രാശിക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉള്ളത്, ആ ഗുണഫലങ്ങൾ ഒപ്പം തന്നെ എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, എന്തെങ്കിലും കഷ്ടതകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. ഇനി നമുക്ക് കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കർക്കിടകക്കൂറ് അല്ലെങ്കിൽ കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദത്തിന്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേരുന്ന 2 നക്ഷത്രമാണ് കർക്കിടകൻ രാശി. അപ്പം ഈ രാശിഫലത്തെ പറയുന്നതിന് മുമ്പായി നമുക്കൊന്ന് ഗ്രഹനില അറിയണം. അപ്പൊ അതിനായി ആദ്യം ഗ്രഹനിലയിലേക്ക് കടക്കാം. 2025 പ്രധാന മാറ്റം എന്ന് പറയുന്നത് ശനി 2.5 വർഷമായി കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനി അതിൻ്റെ സ്വക്ഷേത്രത്തിൽ നിന്നും അടുത്ത രാശിയായ മീനൻ രാശിയിലേക്ക് മാറുന്നു, വ്യാഴക്ഷേത്രത്തിലേക്ക് മാറുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു അനുഭവമാണ്. കാരണം കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനി എന്ന് പറയുന്ന കഷ്ടതകൾ അനുഭവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നിന്നും 9ലേക്ക് ശനി വരുന്നു എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. മാത്രവുമല്ല, ശനി വ്യാഴക്ഷേത്രത്തിലേക്ക് വരുന്നതുകൊണ്ട് ശനിയുടെ കഷ്ടതകൾ അല്പം കുറഞ്ഞിരിക്കും. അപ്പം ശനിയുടെ മാറ്റം കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചും വളരെ ആശ്വാസമായിരിക്കും. പിന്നീടുള്ള വലിയ മാറ്റം അത് 2.5 വർഷക്കാലത്തേക്കാണ്. പിന്നീടുള്ള അത് മാറുന്നത് 29/3/2025 മാർച്ച് 29-നാണ് ശനിയുടെ ഈ രാശി മാറ്റം. പിന്നീടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ മാറ്റമാണ്. വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ്. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ സർവ അഭീഷ്ട സ്ഥാനത്ത് തന്നെയാണ്. അതായത് കർക്കിടകൻ രാശിക്കാരുടെ 11ാം ഭാവത്തിൽ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു തരുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും വ്യാഴം ഇനി മാറുന്നത് 12ാം ഭാവത്തിലാണ്. 12ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ വരവിനേക്കാൾ ചെലവ് കൂടുതലായിരിക്കും. എന്നിരുന്നാൽ പോലും വ്യാഴം വരുന്നത് ബുധന്റെ ക്ഷേത്രത്തിലേക്കാണ്. ബുധന്റെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ വ്യാഴത്തിന്റെ അംശഭാഗമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ മാറ്റം ഗുണഫലം തന്നെ ആയിരിക്കും. 12-ലാണെങ്കിൽ പോലും വലിയ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരില്ല. പിന്നെയുള്ള മാറ്റം അത് മെയ് 15-നാണ്. 14/5/2025 രാത്രിയിലാണ് ഈ വ്യാഴമാറ്റം സംഭവിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാറ്റം 1 വർഷത്തെ കാലത്തേക്കാണ് ഒരു വ്യാഴത്തിന്റെ രാശിമാറ്റം വരുന്നത്. പിന്നീടുള്ള ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് രാഹു കേതുക്കളുടെ മാറ്റമാണ്. രാഹുകേതുക്കളുടെ മാറ്റം എന്ന് പറയുമ്പോൾ രാഹു നിൽക്കുന്നത് മീനൻ രാശിയിൽ, അതായത് 9ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്ത് തന്നെയാണ്. അതുകൊണ്ട് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളില്ല. ഇനി രാഹു പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പം വക്രത്തിലേക്ക് വന്നാൽ പോലും അത് അതായത് പിറകോട്ട് അഷ്ടമഭാവത്തിൽ വന്നാൽ പോലും രാഹുവിന്റെ രാശിമാറ്റം കാര്യമായ മാറ്റം വരുത്തുന്നില്ല. അത് ശനിയുടെ ക്ഷേത്രത്തിലേക്കാണ് വരുന്നത് എന്നേ ഉള്ളൂ. എന്നാലും രാഹുവിന്റെ മാറ്റം 18/5/2025 മുതൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ കേതുവിന്റെ രാഹുമാറ്റം എന്ന് പറയുന്നത് 2ാം ഭാവത്തിലേക്കാണ് കേതുവിന്റെ രാശിമാറ്റം വരുന്നത്. കാരണം കേതു ഇപ്പോൾ നിൽക്കുന്നത് കന്നി രാശിയിലാണ്. കന്നി രാശിയിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ അത് ചിങ്ങൻ രാശിയിലേക്ക് വരുന്നതിന് അല്പസ്വല്പം ധനസ്ഥാനത്തേക്ക്, 2ാം ഭാവം എന്ന് പറയുന്ന ധനസ്ഥാനത്തേക്ക് വരുന്ന കേതുവിന്റെ ഇത് ചില വാഗ്ദോഷങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ വരുത്തുവാനുള്ള ഒരു വഴി തെളിച്ചേക്കാം. അത് 1.5 വർഷക്കാലമാണ് രാഹുകേതുക്കളുടെ രാശിമാറ്റം. പിന്നെ നിൽക്കുന്നത് സൂര്യൻ ജനുവരിയിൽ പകുതി ഭാഗം, ജനുവരി ആദ്യം
ധനുരാശിയിലും പിന്നീട് മകരൻ രാശിയിലും, അതുപോലെ തന്നെ ഫെബ്രുവരിയിൽ മകരത്തിലും കുംഭത്തിലുമായിട്ട്, പിന്നെ മാർച്ചില് കുംഭത്തിലും മീനത്തിലുമായിട്ട്, പിന്നെ ഏപ്രിലില് മീനത്തിലും മേടത്തിലുമായിട്ട്. അതായത് ഒരു മാസത്തിൽ 2 രാശികളിലായിട്ടായിരിക്കും, പകുതി ഭാഗം ഒരു രാശിയിലും പകുതി ഭാഗം തൊട്ടടുത്ത രാശിയിലുമായിട്ടാണ് സൂര്യന്റെ രാശിമാറ്റം വരുന്നത്. ചന്ദ്രൻ ഈ ഒരു മാസക്കാലം കൊണ്ട് തന്നെ ഒരു വർഷം, ഒരു രാശിചക്രം പൂർത്തിയാക്കും. അങ്ങനെ 12 മാസവും ചന്ദ്രൻ എല്ലാ രാശികളിലൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പൊ ചന്ദ്രന്റെ മാറ്റമൊക്കെ വളരെ ലഘുവാണ്. പിന്നെ ചൊവ്വ ഇപ്പോൾ നിൽക്കുന്നത് കർക്കിടകം രാശിയിലായിരുന്നു. കർക്കിടകം രാശി ചൊവ്വയുടെ നീചരാശിയായിരുന്നു. അവിടെ നിന്ന് വക്രത്തിലേക്ക് ജനുവരിയിൽ തന്നെ ഒരു മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം വന്നിരിക്കുന്നത് കൊണ്ട് അത് മിഥുനൻ രാശിയിലേക്ക് പിന്നോട്ട് വക്രത്തിലേക്കാണ് പോയിരിക്കുന്നത്. അത് കുറച്ചു കാലം അവിടെ ഉണ്ടാവും. പിന്നീട് മുന്നോട്ട് തന്നെ കർക്കിടകത്തിലേക്ക് തന്നെ വരും. അങ്ങനെ ചൊവ്വയുടെ രാശിമാറ്റം കുറച്ച് പ്രതിസന്ധികൾ, ഈ സമയത്തൊക്കെ അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. പിന്നീട് എടുത്തു പറയുന്ന ശുക്രന്റെയും ബുധന്റെയും ഒക്കെ മാറ്റം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ശുക്രൻ അതിന്റെ ഉച്ചക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് ജനുവരിയിൽ മാറുന്നുണ്ട്. ജനുവരിയിൽ തന്നെ 2-3 മാറ്റങ്ങളാണുള്ളത്. ആദ്യം കുംഭൻ രാശിയിലേക്ക്, ആദ്യം വൃശ്ചിക രാശിയിലെ മകരൻ രാശിയിലേക്ക്, പിന്നെ അത് കുംഭൻ രാശിയിലേക്ക്, പിന്നീട് അത് മകരൻ രാശി മീനൻ രാശിയിൽ കുറച്ചു കാലത്തേക്ക് ഉണ്ട്. അങ്ങനെ മീനം ഏടം അങ്ങനെ മാറുകയാണ്. എന്തായാലും അവിടെ എല്ലാം ഉച്ചരാശി തന്നെയാണ്. വലിയ പ്രശ്നങ്ങളില്ലാതെ ശുക്രന്റെ രാശിമാറ്റം അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. ബുധന്റെ രാശിമാറ്റം, ബുധൻ ഇപ്പോൾ വൃശ്ചിക രാശിയിൽ നിന്ന് ധനുവിലേക്കും ധനുവിൽ നിന്ന് മകരത്തിലേക്കുമായി, അതും വളരെ കുറച്ച് ദിവസം മാത്രം സഞ്ചാരക്രമമുള്ള ഗ്രഹങ്ങളാണ്. അപ്പൊ എല്ലാ ഗ്രഹങ്ങളുടെയും രാശിമാറ്റം കൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങളാണ് വരുന്നത്. അധികം ദോഷം വരുന്ന കാര്യങ്ങൾ ഇല്ല. എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം എന്തൊക്കെയാണ് ഇവരുടെ മാറ്റങ്ങൾ എന്തെല്ലാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വർഷത്തിന്റെ ആദ്യം, അതായത് മെയ് 15 വരെ വ്യാഴം സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികമായ നേട്ടങ്ങളും വിദേശ ഭാഗ്യാനുഭവങ്ങളും കുടുംബജനങ്ങൾക്ക് അഭിവൃദ്ധിയും ദാമ്പത്യ സൗഖ്യവും ആരോഗ്യപുഷ്ടിയും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി സാധ്യതകളും വിവാഹം നടക്കാത്തവർക്കാണെങ്കിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കുന്നതിനും അതുവഴി നല്ല വിവാഹാലോചനകൾ വരുന്നതിനുമൊക്കെ യോഗം കാണുന്നു. എന്നാൽ അല്പം അങ്ങോട്ട് പിന്നോട്ട് പോകുമ്പോൾ കുറച്ച് ടെൻഷൻ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 15 കഴിയുമ്പോൾ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും. 15 വരെയുള്ള കാലഘട്ടത്തിൽ വരുന്ന നന്മകളെല്ലാം അനുഭവയോഗ്യമാകണം. അതിനായിട്ട് സൽസന്താന വൃദ്ധിയുണ്ട്, ഭൂമിയും വാഹനങ്ങളും ഒക്കെ വാങ്ങാനുള്ള യോഗമുണ്ട്, ബന്ധുജനപ്രീതിയുണ്ട്, വ്യാപാര വ്യവസായങ്ങളിൽ നിന്നൊക്കെ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരാഗ്രഹിക്കുന്ന തലത്തിലുള്ള നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പരീക്ഷകളിൽ അവർ പ്രതീക്ഷിക്കുന്ന തന്നെ വിജയം വരുന്നതാണ്. അതുപോലെ ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. കായിക രംഗത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവർക്കും അഭിന്നതയും പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പ്രോത്സാഹനങ്ങളും അംഗീകാരവും ഒക്കെ ലഭിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കാണെങ്കിൽ പ്രശസ്തിയും നല്ല ജനങ്ങളുടെ ബഹുമതിയും എല്ലാം ലഭിക്കും. സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. കാർഷിക മേഖലയിലുള്ളവർക്കാണെങ്കിൽ ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ വരും. എന്നാൽ വർഷം അവസാനം ഒരു പാതി കഴിയുമ്പോൾ മുതൽ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമായി വരും. എന്നാൽ ശനിയുടെ മാറ്റം അനുകൂലമാണ്. എന്നിരുന്നാൽ പോലും അഗ്നിഭയമൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ചെറിയ രീതിയിലുള്ള തീപിടുത്തമോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ, പ്രധാനപ്പെട്ട രേഖകൾ എന്തെങ്കിലും കത്തിപ്പോകുന്നതിനുള്ള സാധ്യതയോ കുട്ടികൾക്കോ ആർക്കെങ്കിലും ഒക്കെ തീപ്പൊള്ളലിന് സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ കണ്ണുകൾക്ക് കണ്ണിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു മങ്ങലോ കാഴ്ചക്കുറവോ അല്ലെങ്കിൽ കണ്ണുവേദനയോ എന്തെങ്കിലും നേത്ര രോഗങ്ങൾക്ക് ചില സാധ്യതകൾ ഉണ്ട്.
പിന്നെ ഈ കേസുകളൊക്കെ അനുകൂലമായി വിധി വരുമെന്ന് വിചാരിച്ചിരുന്ന വല്ല കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അല്പം മോശമായ ഒരു റിസൾട്ട് ആയിരിക്കും വരിക. വിഷമിക്കേണ്ട, ഉടനെ തന്നെ അതിനുള്ള അപ്പീലൊക്കെ പോയി വിജയസാധ്യതയിലേക്ക് എത്തുവാൻ അല്പം സമയം എടുക്കുമെങ്കിലും ആദ്യം ഒരു പ്രതിസന്ധിയെ അതിജീവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ശരിക്കും രാശിനാഥയായ ദുർഗാദേവിയെ ശരിക്കും പൗർണമി പൂജയിൽ പങ്കെടുക്കുക. എല്ലാ ദിവസവും ദേവി മഹാത്മ്യത്തിലെ കവചവും നാരായണീയ സ്തുതിയും ഒക്കെ ജപിക്കുന്നത്, ദുർഗാദേവി ശരണമഹം പ്രപദ്യേ നിത്യം പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ദേവി മഹാത്മ്യത്തിലെ നാരായണീ സ്തുതി മുഴുവൻ ചെല്ലാൻ പറ്റാത്തവർക്കാണെങ്കിൽ പഞ്ചമ അധ്യായത്തിലെ ആ യാദേവി സർവഭൂതേഷു എന്നുള്ള ആ ഒരു 3 ശ്ലോകമെങ്കിലും 21 ശ്ലോകമുള്ളതുണ്ടെങ്കിൽ 3 ശ്ലോകമെങ്കിലും ചെല്ലാൻ സാധിച്ചാൽ വളരെ നന്നായിരിക്കും. അങ്ങനെ അവനവനെ തന്നെ എംപവർ ചെയ്യിക്കുന്നത് നല്ലതാണ്. വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലം പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിഞ്ഞു കിട്ടും. തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത്, സോമവാര വ്രതം, ഈ കല്യാണം ആകാത്തവർക്കും കല്യാണം ആയവർക്ക് അവരുടെ കുടുംബജീവിതം ഏറ്റവും സുരക്ഷിതമാകുന്നതിന് വേണ്ടിയൊക്കെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരുപാട് വിശേഷങ്ങൾ വരുന്ന ഷഷ്ടി, അതുപോലെ തന്നെ ഏകാദശി, കഴിയുന്നത് പോലെയൊക്കെ ഷഷ്ടി വ്രതം എടുക്കുക. ഏകാദശി സന്താനങ്ങൾക്ക് വേണ്ടി ഷഷ്ടി വ്രതം എടുക്കുക. അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ പാപകർമ്മങ്ങൾ നിന്നൊരു മോചനം ലഭിക്കുന്നതിന്, നമ്മുടെ പിതൃക്കളുടെയൊക്കെ അനുഗ്രഹം ലഭിക്കുന്നതിന് ശരിക്കും പ്രദോഷവ്രതവും ഏകാദശി വ്രതവും ഒക്കെ അവനവൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എടുക്കുന്നത് നന്നായിരിക്കും. ചോറ്റാനിക്കര ദേവി അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാട് കഴിക്കുന്നത്, ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്ന് നിത്യം ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മുത്താണ് ഇവരുടെ മുത്ത് ധരിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുത്ത് പ്രിയപ്പെട്ടവർക്ക് ദാനം കൊടുക്കുന്നതും നല്ലതാണ്. അപ്പം മാതാവാണ് ഏറ്റവും ഇതിനകത്ത് അനുഗ്രഹ സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പം അമ്മയ്ക്കൊരു മുത്തുമാലയൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് അനുകൂലമായിരിക്കും, പിറന്നാൾ സമ്മാനമായിട്ടൊക്കെ. അപ്പം മുത്ത് ദാനം ചെയ്യുന്നത്, മുത്ത് ധരിക്കുന്നത്, തിങ്കളാഴ്ചകൾ വ്രതം എടുക്കുന്നത്, ഷഷ്ടി വ്രതം എടുക്കുന്നത്, തൈപ്പൂയത്തിന് യഥാശക്തി സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാട് കഴിക്കുന്നത്, നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നത്, അവനവൻ്റെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ശക്തിക്കൊത്ത വഴിപാട് കഴിച്ച് പ്രാർത്ഥനകൾ നടക്കുമ്പോൾ വരാനിരിക്കുന്ന ചെറിയ ചെറിയ കഷ്ടതകൾ മാറി ഏറ്റവും നല്ല അനുകൂലമായ ഫലം വന്നു ചേരും. ചന്ദന നിറം, ക്രീം നിറമാണ് ഇവരുടെ ഏറ്റവും നല്ല ഇത്. ക്രീം നിറത്തിലും ചുവപ്പ് നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നന്നായിരിക്കും. പൂജകൾ, വരാഹി ദേവിക്ക് രാത്രികളിൽ പൂജ ചെയ്യുന്നത്, സാമ്പത്തികത്തിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, സ്ഥല കച്ചവടമൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതുകൂടി ചെയ്യുമ്പോൾ എല്ലാം അനുകൂലമായി വന്നു ചേരുന്നതാണ്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്ന് കിടകൻ രാശിക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.